പ്രൈം ടൈമിലേക്ക് വിശദമായി പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. KM ഷാജഹാൻ പോലീസിന്റെ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് KM ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അല്പസമയം മുൻപാണ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം KM ഷാജഹാനെ ചെറുവക്കിലുള്ള വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇത് ചെങ്ങമനാട് പോലീസ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ നോർത്ത് പോലീസ് ഇവിടേക്ക് എത്തി ചില നോട്ടീസൊക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങളും പരിശോധനയൊക്കെ നടത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട KM ഷാജഹാനെ തിരുവനന്തപുരത്തെ ചെറുവക്കിലുള്ള വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് വീഡിയോ പ്രസിദ്ധീകരിച്ച കേസിലാണ്. ആലുവ ചെങ്ങമനാട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. നേരത്തെ എടുത്ത കേസാണ്, ഹാബിച്വൽ ഒഫൻഡിംഗിന്റെ പേരിൽ നേരത്തെ തന്നെ എടുത്ത കേസാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ KJ ഷൈൻ വിവാദവുമായി ബന്ധപ്പെട്ട KM ഷാജഹാന്റെ മൊഴി രേഖപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. അന്നേരം കൊച്ചി റൂറൽ ജില്ലാ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടാണ് ഇയാൾ മൊഴി നൽകിയത്. ഏതാണ്ട് 5 മണിക്കൂറോളം സമയം ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു KM ഷാജഹാന്റെ. മാത്രവുമല്ല, അതൊരു പൊളിറ്റിക്കൽ വിവാദമായി, ഒരു രാഷ്ട്രീയ വിവാദമായിട്ടൊക്കെ മാറിയ ഒരു സംഭവം കൂടിയായിരുന്നു ഈ KJ ഷൈനെതിരെയുള്ള ഈ ചില പറച്ചിലുകളും തുറന്നു അല്ലെങ്കിൽ പറയുന്ന ചില പ്രതികരണങ്ങളും അതുമൂലം ഉണ്ടായ സംഭവങ്ങളും. ഏതായാലും അതിനുശേഷം മറ്റൊരു കേസിൽ ഇപ്പോൾ KM ഷാജഹാനെ, അതല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ആ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച വീഡിയോ പ്രസിദ്ധീകരിച്ച കേസിൽ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ആലുവ ചെങ്ങമനാട് പോലീസാണ് KM ഷാജഹാനെ തിരുവനന്തപുരം ആക്കുളം ചെറുവക്കിലുള്ള വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഉന്മേഷ്, ഷഫീദ്, അതായത് ഇതിന്റെ വിശദാംശങ്ങൾ അറിവാകുന്നതേ ഉള്ളൂ എന്നാണോ? ഇത് ഏത് കേസിലാണ് എന്നതിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ടോ ഷഫീദ്? നിലവിൽ ഇപ്പോൾ KJ ഷൈനുമായി ബന്ധപ്പെട്ട കേസിലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. നോർത്ത് പറവൂർ പോലീസ് ഈ വിവരശേഖരണം KM ഷാജഹാനെ കുറിച്ച് നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ചെങ്ങമനാട് പോലീസ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഹാബിച്വൽ ഒഫൻഡിംഗിന്റെ പേരിൽ ഈ ചെങ്ങമനാട് പോലീസ് നേരത്തെ ഇയാൾക്കെതിരെ ഒരു കേസെടുത്തിരുന്നു. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് വീഡിയോ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതായിരുന്നു ആ കേസ്. ആ കേസിന്റെ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തി വരികയായിരുന്നു എന്നുള്ളതാണ് കൊച്ചി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും തിരുവനന്തപുരം സ്പെഷ്യൽ ബ്രാഞ്ചിലും തിരുവനന്തപുരം ഈ ആക്കുളം പോലീസ് സ്റ്റേഷൻ പരിധിയിരിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസിലും വിവരം കൊടുത്തതിന് ശേഷമാണ് ഇയാളെ ആക്കുളത്തെ വീട്ടിൽ നിന്ന് KM ഷാജഹാനെ ആക്കുളത്തെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഉടനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഷഫീദ്, അതായത് ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇവിടേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞോ പോലീസ് സംഘം, അതോ മറ്റെവിടെയെങ്കിലുമാണോ ഇപ്പോൾ ഉള്ളത് ഷഫീദ്? നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ട് മിനിറ്റുകൾ മാത്രമാണ് പിന്നിട്ടിട്ടുള്ളത്. ഏതായാലും ഇവിടെ നിന്ന് എപ്പോൾ മാറ്റും, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്യാമ്പിൽ നിന്ന് താമസിപ്പിച്ചത്, പോലീസ് ക്ലബ്ബിൽ നിന്ന് താമസിപ്പിച്ച് അതിനുശേഷം നാളെയാണോ കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പ്രധാനപ്പെട്ട വാർത്തയാണ്. യൂട്യൂബർ KM ഷാജഹാനെ ഇപ്പോൾ ചെങ്ങമനാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം KJ ഷൈൻ വിവാദവുമായി ബന്ധപ്പെട്ട് KM ഷാജഹാനെ ചോദ്യം ചെയ്തിരുന്നു ആലുവയിൽ. പക്ഷേ ആ കേസിലല്ല, ഇത് ചെങ്ങമനാട് പോലീസാണ് ഇപ്പോൾ KM ഷാജഹാനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ അറിയിക്കുന്നത്. അഡ്വക്കേറ്റ് TJ ഐസക് വയനാട് DCC പ്രസിഡന്റാകും. AICCയിൽ നിന്ന് പ്രഖ്യാപനം വന്നു. നിലവിൽ കൽപ്പറ്റ നഗരസഭാ ചെയർമാനാണ്. രാജിവെച്ച ND അപ്പച്ചനെ AICC അംഗമായി നിയമിച്ചു. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വളരെ വേഗത്തിൽ ആ നിയമനം വന്നിരിക്കുന്നു, വിവരങ്ങൾ. TJ ഐസക് KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. ഇവിടെ പ്രാദേശിക തലത്തിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയ ഒരാൾ കൂടിയാണ്. മാത്രമല്ല KPCയുടെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ പദവികളിലൂടെ മുന്നോട്ട് പോയ ആളാണ് TJ ഐസക്. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ആളാണ്. 13 വർഷക്കാലമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ആളാണ്. എന്തായാലും അദ്ദേഹം ഇതിന്റെ ഇപ്പോൾ DCCയുടെ പൂർണ്ണ ചുമതലയിലേക്ക് വന്നിരിക്കുകയാണ്. വെല്ലുവിളികൾ ഏറെയുണ്ട്. ഇന്നാണ് ND അപ്പച്ചനെ മാറ്റിയത്. ND അപ്പച്ചനെ മാറ്റിയതിനു ശേഷം, അദ്ദേഹം രാജി കൊടുത്തതിന് ശേഷം, അതിനുശേഷമാണ് TJ ഐസക് ഈ ചുമതലയിലേക്ക് വരുന്നത്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം ചേരും. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള ചുമതല അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് മുന്നിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട്, അത്തരം കാര്യങ്ങളുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിപുലമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കും. എന്തായാലും മുതിർന്ന നേതാക്കളൊക്കെ എവിടേക്ക് എത്തിയിട്ടുണ്ട്. TJ ഐസക് തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. എന്താണ് ആദ്യ പ്രതികരണം? DCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, എന്താണ് ആദ്യ പ്രതികരണം? പാർട്ടി ഒറ്റക്കെട്ടായി മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കടമയായി ഞാൻ കാണുന്നത്. എല്ലാവരെയും യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ
വലിയ വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ND അപ്പച്ചന്റെ രാജി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. പലയിടത്തും സംഘടനാ പ്രശ്നങ്ങൾ. ഇതിനെ എങ്ങനെയാണ് നേരിടാനുള്ള സാധ്യത? ഞാൻ അങ്ങനെ വലിയൊരു സംഘടനാ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല ജില്ലയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ അങ്ങനെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ആഭ്യന്തരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ഞാൻ താല്പര്യപ്പെടുന്നില്ല. പാർട്ടിക്കകത്ത് എല്ലാവരെയും ഒറ്റക്കെട്ടായി യോജിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരു സംവിധാനമായി മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. DCC പ്രസിഡന്റിനെ ഉൾപ്പെടെ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് അല്ല, അദ്ദേഹം എൻ്റെ നേതാവാണല്ലോ. അദ്ദേഹം എൻ്റെ നേതാവാണ്. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിരുന്നു. ഞാൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആകുന്ന കാലത്തും അദ്ദേഹം DC സെക്രട്ടറി ആയിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. എല്ലാ പിന്തുണയും പാർട്ടി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെൻറ്റ് മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി MP ആയി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എനിക്കറിയാം. സ്വാഭാവികമായിട്ടും അവരുടെ പാർലമെൻറ്റ് ആസ്ഥാനം എന്ന നിലയ്ക്ക് ആ പ്രവർത്തനങ്ങളുടെ വലിപ്പവും ആ ഉത്തരവാദിത്വവും ഞാൻ ഉൾക്കൊള്ളുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇനി എങ്ങനെയാണ് യോഗം നടപടി അത്തരം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് KPC പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് അക്കാര്യത്തെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് നിർദ്ദേശമുണ്ടാകും. പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ നിർദ്ദേശം നമുക്ക് തരും. അപ്പോൾ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകും. എന്തായാലും ആ ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം TJ ഐസക് പറയുന്ന കാര്യം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകും. ശരി സുർജിത്ത്, ഇപ്പോൾ വയനാടിന് പുതിയ DCC അധ്യക്ഷൻ വരികയാണ്. വളരെ വേഗത്തിലാണ് ACC ആ നിയമനം നടത്തിയത്. ND അപ്പച്ചന്റെ രാജിക്ക് പിന്നാലെ അഡ്വക്കേറ്റ് TJ ഐസക് ഇപ്പോൾ വയനാട് DCC പ്രസിഡന്റായി നിയമിതനായിരിക്കുകയാണ്. ദ്വിരാഷ്ട്രം മാത്രമാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ ഏക പരിഹാരമെന്ന് ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേസ് 24നോട്. യുദ്ധം ഇസ്രായേലിന്റെ മാത്രം ആവശ്യമാണ്. മധ്യസ്ഥ ചർച്ചകളെ തകർക്കുന്നതാണ് എപ്പോഴും ഇസ്രായേലിന്റെ നിലപാട്. ഇന്ത്യക്ക് പലസ്തീനുമായി വർഷങ്ങളുടെ ദൃഢമായ ബന്ധമുണ്ടെന്നും അബ്ദുള്ള അബു ഷാവേസ് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. The only solution, viable solution, the only accepted solution to the international community and even to the American in the 20 years ago is only the two-state solution. The only one who's refusing the two-state solution is Israel. India is in a very strong and very historical relation with Palestine. Even before the establishment of State of Israel, India in the mid-1930s, 1940s was there to support the Palestinian people in their revolution. India, under the chairmanship and the leadership of the late great man, the Mahatma Gandhi, refused and voted against the resolution which called for the partition of the Palestine itself, of the Palestinian land. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്ന നിലപാട്? കൊച്ചിയിൽ മുസ്ലിം ലീഗിന്റെ ഗാസ ഐക്യദാർഢ്യ സമ്മേളനത്തിലെത്തിയപ്പോഴായിരുന്നു ഫലസ്തീന്റെ ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസഡർ 24നോട് പ്രതികരിച്ചത്. അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ദ്വിരാഷ്ട്ര പരിഹാരം തന്നെയാണ് ഫലസ്തീൻ വിഷയത്തിൽ ശാശ്വതം എന്നുള്ളതാണ്. ടു സ്റ്റേറ്റ് എന്നുള്ളത് തന്നെയാണ് ഫലസ്തീൻ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരം എന്നുള്ളതാണ്. എന്നാൽ ഈ പരിഹാരത്തെ എതിർക്കുന്നത് എപ്പോഴും ഇസ്രായേലാണ്. ഇസ്രായേൽ എപ്പോഴും യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഈ മധ്യസ്ഥ ചർച്ചകൾ മുടക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന് മധ്യസ്ഥ ചർച്ചകളുമായി മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഖത്തറിൽ നടത്തിയ അക്രമമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഇന്ത്യയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അബ്ദുള്ള അബു ഷവേസ് ആണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ വർഷങ്ങളായി ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ്. UN-ൽ ഫലസ്തീന് അനുകൂലമായ നിലപാടുകൾ ഇന്ത്യ എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പിന്തുണയുണ്ട് എന്നുള്ളതാണ് താങ്കൾ വിശ്വസിക്കുന്നത്. ഇനിയും ആ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ മാസം തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഗസയിൽ നടക്കുന്ന കരയുദ്ധം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനമാണ് 24 വാർത്താ സംഘത്തോട് അദ്ദേഹം നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ടത് യുദ്ധം നിർത്താൻ ആഗ്രഹം ഫലസ്തീനുണ്ടെങ്കിലും
എങ്കിലും അത് ആഗ്രഹിക്കാത്തത് ഇസ്രയേലാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഖത്തറിൽ നടത്തിയ അക്രമത്തെയും അദ്ദേഹം പറയുന്നുണ്ട്. ആ അക്രമം യുദ്ധം അവസാനിക്കുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ അത് തടസ്സപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം 716 ദിവസങ്ങളായി ഗസയിൽ യുദ്ധം നടക്കുന്നുണ്ട്. 716 ദിവസമായി ഗസയിലെ സ്ഥിതി അതീവ രൂക്ഷമാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് കൊച്ചിയിൽ നടന്ന ഗസ ഐക്യദാർഢ്യ സമ്മേളനത്തിലും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. ഇതേ വിമർശനങ്ങൾ തന്നെയാണ് ഗസ ഐക്യദാർഢ്യ സമ്മേളനത്തിലും അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ശരി, റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജയ്ക്ക് 3-ാം ഊഴം. CPI ദേശീയ കൗൺസിലിലാണ് തീരുമാനം. ഒറ്റക്കെട്ടായ തീരുമാനമെന്ന് ഡി രാജ പ്രതികരിച്ചു. Great challenges to fight and defeat BJP RSS combined. They are fascist forces, communal divisive forces. They are posing grave threat to the constitution, democracy, idea of social justice, federalism. That is the biggest challenge. We will have to take up that challenge and fight and defeat BJP RSS. CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്ന് കെ പ്രകാശ് ബാബുവും രാജ്യസഭാംഗം പി സന്തോഷ് കുമാറും തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് ബിനോയ് വിശ്വം സ്വയം ഒഴിഞ്ഞു. കേരളത്തിൽ നിന്ന് 14 പേർ ദേശീയ കൗൺസിലെത്തി. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഈ ഒറ്റക്കെട്ടായുള്ള തീരുമാനമെന്ന് ഡി രാജ പറയുമ്പോഴും ഈ കേരള ഘടകം ഉയർത്തിയ വലിയൊരു എതിർപ്പുണ്ടല്ലോ ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ. അത് എത്രത്തോളം പ്രതിഫലിച്ചു ഈ സമ്മേളനത്തിൽ, ഈ പാർട്ടി കോൺഗ്രസിൽ? ബൽറാം, ഉന്മേഷ്, ഈ 25ാം പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കുമോ, ഡി രാജ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്നുള്ളതാണ്. പാർട്ടി കോൺഗ്രസിന് കൊടിയിറങ്ങുമ്പോൾ അതിലെല്ലാം തന്നെ തീരുമാനമായിരിക്കുന്നു. പ്രായപരിധിയിൽ ഡി രാജയ്ക്ക് മാത്രം ഇളവ് നൽകിയിരിക്കുന്നു. ദേശീയ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി തുടരാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. എന്നാൽ ആ തീരുമാനം എന്നുള്ളത് ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ പൊതുചർച്ചകളിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനം ഉയർന്നിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിലും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് എന്ന പ്രതികരണം തന്നെയാണ് നടത്തിയത്. ഈ പൊതുചർച്ചയിൽ നിന്ന് അപ്പുറത്തേക്ക് ഇന്ന് ദേശീയ കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സമ്മേളനത്തിൽ പോലും ഈ ഒരു പ്രായപരിധി മാനദണ്ഡം കർശനമായി ചർച്ചയ്ക്ക് വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കൺട്രോൾ കമ്മീഷനിൽ ഒപ്പം തന്നെ ബീഹാറിൽ നിന്നുള്ള പ്രായപരിധി പിന്നിട്ട സംസ്ഥാന സെക്രട്ടറിയെ കൗൺസിലിൽ ഉൾപ്പെടുത്തിയത് ദേശീയ സെക്രട്ടറിയുടെ കാര്യത്തിൽ എല്ലാം തന്നെ വിമർശനങ്ങൾ ഉയർന്നു. കേരളത്തിൽ നിന്നും 3 അംഗങ്ങൾ VS സുനിൽകുമാർ, R ലതാദേവി, ഒപ്പം തന്നെ രാജാജി മാത്യു തോമസ് തുടങ്ങിയ അംഗങ്ങളാണ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. കൂടാതെ ASFന്റെ മുൻ ജനറൽ സെക്രട്ടറി വിശ്വജിത്തും കടുത്ത വിമർശനങ്ങൾ ഈ ഒരു വിഷയങ്ങൾ മുൻനിർത്തി ഉന്നയിച്ചിരുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ ഉണ്ടാക്കിയ ധാരണ അത് കൗൺസിൽ ഏകകണ്ഠമായി തന്നെ അംഗീകരിക്കുകയായിരുന്നു. ഈ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചു, ആത്മവിമർശനമുണ്ടായി. എന്നാൽ തീരുമാനം ഒറ്റക്കെട്ടായി എന്നുള്ള നേരത്തെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞതിന് സമാനമായി വിമർശനങ്ങൾ ഉയർന്നെങ്കിലും തീരുമാനം ഒറ്റക്കെട്ടായി എടുക്കുകയും ഡി രാജയ്ക്ക് ഇളവ് നൽകാൻ തീരുമാനിക്കുകയുമായിരുന്നു. അതിൽ അവസാന ഘട്ടത്തിലും വിമർശനം ഉയർന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ദേശീയ കൗൺസിലിൽ കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായ PP സുനീറും ഉൾപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൂടാതെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്നും 2 പുതിയ അംഗങ്ങൾ എത്തുന്നു. P സന്തോഷ് കുമാർ MPയും ഒപ്പം തന്നെ പ്രകാശ് ബാബു എന്നിവർ എത്തുന്നു. അതേസമയം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലക്ഷ്യം വെച്ച് സെക്രട്ടേറിയറ്റിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനവും അറിയിക്കുകയായിരുന്നു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാർ വീണ്ടും വായ്പയെടുക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് 2000 കോടി രൂപ വായ്പയെടുക്കും. കടപ്പത്രം വഴി വായ്പ കണ്ടെത്താനാണ് ഈ തീരുമാനം. ശമ്പള വിതരണം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നത്. കഴിഞ്ഞയാഴ്ച 1000 കോടി രൂപ സർക്കാർ വായ്പ എടുത്തിരുന്നു. ഇപ്പോൾ 2000 കോടി രൂപ കൂടി പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം ഇറക്കി സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ശമ്പളം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിനാണ് ഈ തുക. വയനാട് ചീരാലിൽ വീണ്ടും കരടി. കുടുക്കിയിലെ പടമാടൻ ഡെയ്സിയുടെ വീടിന് മുന്നിൽ കരടിയെത്തി. കഴിഞ്ഞ ദിവസം അയൽവാസിയായ വിശ്വനാഥന്റെ വീട്ടുപറമ്പിലും കരടിയെത്തിയിരുന്നു. കരടിയുടെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു.
സുജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുജിത്ത്, ഇത് ഏത് മേഖലയിലാണ് ഇപ്പോൾ ഈ കരടിയുടെ ശല്യം കൂടി ഉണ്ടായിരിക്കുന്നത്? സുജിത്ത്, വയനാട് ഈസ്റ്റ് ചീരാൽ പ്രദേശത്താണ് വീണ്ടും കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. കുടുക്കി എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. ഇവിടെയാണ് വീണ്ടും കരടി എത്തിയത്. ഇന്നലെ രാത്രി കരടി എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പടമാടൻ വീട്ടിൽ ഡേസിയുടെ വീടിന് മുന്നിലാണ് ഈ കരടി എത്തിയത്. അതിങ്ങനെ സഞ്ചരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അയൽവാസിയായ വിശ്വനാഥന്റെ വീട്ടുപറമ്പിൽ കരടി എത്തിയിരുന്നു. ഇതിനുശേഷം കരടി 2 തവണ എത്തി ചക്ക ഭക്ഷിക്കുന്ന ആ ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഏതാണ്ട് അതിനടുത്തുള്ള വീട് തന്നെയാണ് ഇവരുടെ വീട്. ഇവിടെയാണ് വീണ്ടും കരടിയുടെ സാന്നിധ്യം. പ്രദേശത്ത് ഈ കരടിയുടെ സാന്നിധ്യം വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുന്നുണ്ട്. കാരണം ആളുകളെ ആക്രമിക്കാൻ ഉൾപ്പെടെയുള്ള സാധ്യത ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്ത് തന്നെ ഇതിനടുത്തുള്ള മേഖലയിലെല്ലാം തന്നെ പുലിയുടെ സാന്നിധ്യം കൂടി ചീരാൽ പ്രദേശത്തുണ്ട്. കഴിഞ്ഞ ദിവസവും പുലി മാത്രമല്ല പട്ടിപ്പുലി എന്ന് പറയുന്ന വന്യജീവിയുടെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതിൽ ഒരു നായയെ കൊണ്ടുപോവുകയും നിരവധി കോഴികളെ ആക്രമിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അടിക്കടിയായി പുലി സാന്നിധ്യം ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇതിനടുത്താണ് നമ്പ്യാർകുന്ന് എന്ന് പറയുന്ന അതിർത്തി പ്രദേശം. അവിടെയും സമാനമായ രീതിയിൽ തന്നെ ഈ പുലി ഇറങ്ങി ആ പുലിയെ കൂടുവെച്ച് പിടികൂടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്, കരടിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ഇതെല്ലാം തന്നെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന വിധത്തിലുള്ള സ്ഥിതിയാണ് നിലവിലുള്ളത്. ശരി സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി മഴ വാർത്തകളിലേക്കാണ് പോകുന്നത്. ഒരു അറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയാണ്. ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കുമെന്നുള്ള വിവരം ഇപ്പോൾ രാഹുൽ വിജയൻ അറിയിക്കുന്നു. ഇടുക്കിയിലെ കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കും. ഇന്ന് 9 മണി മുതൽ ഷട്ടറുകൾ തുറക്കാനാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇത് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഷട്ടറുകൾ ഉയർത്താൻ പോകുന്നത്. മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകളുടെ ഷട്ടറുകളാണ് ഉയർത്താൻ പോകുന്നത്. പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞ് റോഡിലേക്ക് വീണു. ഇലന്തൂർ കാരൂർ പള്ളിക്ക് സമീപത്താണ് മതിൽ ഇടിഞ്ഞത്. മനീഷ് മഹിബാൽ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ ചേരുന്നുണ്ട്. മനീഷ്, പത്തനംതിട്ടയിൽ ഇപ്പോഴും മഴ തുടരുകയാണോ? ഉമേഷ്, നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയായിരുന്നു. അങ്ങനെ ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് ഈ മതിൽ തകർന്നു വീണ സംഭവം ഉണ്ടായത്. സംഭവം ഉണ്ടായത് തിരുവല്ല സംസ്ഥാന പാതയിൽ ഇലന്തൂർ ശാലെ മാർത്തോമ പള്ളിക്ക് സമീപമുള്ള ഒരു വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് വീണത്. ഗതാഗതം അവിടെ തടസ്സപ്പെടുകയും ചെയ്തു. ലാഹോത്ത് ജോർജ് ഈശോയുടെ വീടിന്റെ റോഡ് നിരപ്പിൽ നിന്ന് 8 അടിയോളം ഉയരത്തിലുള്ള സംരക്ഷണ മതിലാണ് 70 മീറ്ററോളം നീളത്തിൽ ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. അവിടെ ഒരു 1.5 മണിക്കൂറോളം സമയം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാരെത്തിയാണ് റോഡ്. ശബ്ദത്തിൽ ഒരു ചെറിയ വ്യക്തത കുറവ് വരുന്നുണ്ട് മനീഷ്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. പത്തനംതിട്ടയിൽ ഇലന്തൂർ കാരൂർ പള്ളിക്ക് സമീപത്താണ് മതിലിടിഞ്ഞ് റോഡിലേക്ക് വീണത്. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് മനീഷ് മഹിബാൽ അറിയിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. പാലക്കാട് കനത്ത മഴയിൽ മലവെള്ളപ്പാച്ചിൽ. തുപ്പനാട് പുഴയിലാണ് കുത്തൊഴുക്കുണ്ടായത്. പുഴകളിലും ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഐഷത്തുൽ ഷംന ഇപ്പോൾ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷംന, നിലവിൽ മഴയുണ്ടോ പാലക്കാട് ജില്ലയിൽ? ഡോക്ടർ ഉന്മേഷ്, മഴ ഇപ്പോൾ അല്പം കുറവുണ്ട്. പാലക്കാട് നഗരത്തിൽ മഴ കുറവായിരുന്നെങ്കിലും മറ്റു മേഖലകളിൽ, അതായത് മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി മേഖലകളിലൊക്കെ നല്ല അതിശക്തമായ മഴയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ഇതോടുകൂടിയാണ് പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നത്. എന്തായാലും രാത്രി ഉടനീളം മഴയാണെങ്കിൽ നാളെ മുതൽ റോഡുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഇപ്പോൾ തുപ്പനാട് പുഴയിലൊക്കെ വളരെയധികം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്തായാലും മലവെള്ളപ്പാച്ചിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ മലവെള്ളപ്പാച്ചിലെത്തിയ മീൻവെള്ളം വെള്ളച്ചാട്ടം, അത് പിന്നീട് പല ചെറുനദികളായി ഒഴുകിപ്പോകുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇവിടെയാണ് ഇന്ന് വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. എന്തായാലും മഴ രാത്രിയും അതിശക്തമായി തന്നെ തുടരുകയാണെങ്കിൽ നാളെയോടുകൂടി മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലേക്കൊക്കെ റോഡ് ഉൾപ്പെടെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. എന്തായാലും പാലക്കാട് ജില്ലയിലെ നഗരത്തിൽ മഴയില്ല എന്നത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. മറ്റു മേഖലകളിലൊക്കെ മഴയുണ്ട്. ശരി, ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയായിരുന്നു. ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കും എന്നുള്ള വാർത്ത വരുന്നു. രാഹുൽ വിജയൻ ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, ഇന്ന് ഈ 9 മണിക്ക് തുറക്കുമെന്നാണോ ഈ കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകളുടെ ഷട്ടർ?
ഉന്മേഷ്, ഈ കല്ലാർകുട്ടി പമ്പള ഡാമുകൾ 9 മണിക്ക് തുറക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള ഉത്തരവാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഹൈറേഞ്ച് മേഖലയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു. ഇതേ തുടർന്ന് കല്ലാർകുട്ടി പമ്പള ഡാമുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നാൽ മുതിരപ്പുഴയാറിലേക്കാണ് ജലം ഒഴുകിയെത്തുക. അത് പെരിയാറിലേക്ക് എത്തും. പിന്നീട് അത് പാമ്പള ഡാമിലേക്ക് എത്തും. പാമ്പള ഡാമിൽ നിന്നാണ് പിന്നീട് പെരിയാറിലേക്ക് കൂടുതൽ ജലം ഒഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല. അതിനുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ യാതൊരു സാധ്യതയുമില്ല. 500 ക്യുമെക്സ് വെള്ളം മാത്രമേ പുറത്തേക്ക് ഒഴുക്കുകയുള്ളൂ. അത് ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലല്ല. ഏതെങ്കിലും തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ജാഗ്രത മാത്രം മതി എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കല്ലാർകുട്ടി പാംബ്ല ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാൻ ജില്ലാ കളക്ടർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് മഴ ശക്തമാകാൻ കാരണം. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായിരിക്കാൻ തിരുവനന്തപുരം നഗരസഭ ജീവനക്കാർക്ക് മേയർ നിർദ്ദേശം നൽകി. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴ തുടരും. ഇന്നും നാളെയും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ചയോടെ ശക്തമായ മഴ വടക്കൻ കേരളത്തിലേക്കും വ്യാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ നഗര, മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്തത്. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, മീനച്ചിൽ മേഖലകളിൽ അതിശക്തമായ മഴ ലഭിച്ചു. 24 തിരുവനന്തപുരം. ലോൺ ആപ്ലിക്കേഷനുകൾ എന്ന വ്യാജേന സംസ്ഥാനത്ത് ഇൻസ്റ്റഗ്രാം, വാട്സാപ്പുകൾ വഴി തട്ടിപ്പ്. 60,000 രൂപ അക്കൗണ്ടിലുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വായ്പ അനുവദിക്കും എന്ന പേരിലാണ് തട്ടിപ്പ്. കൊല്ലം സ്വദേശിനിയുടെ 60,000 രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായി. പണം തട്ടിയെടുത്തതിന്റെ രേഖകളും ശബ്ദ സന്ദേശവും 24-ന് ലഭിച്ചു. അതിൽ മേഡത്തിന്റെ മിനിമം ബാലൻസ് കറക്റ്റ് 60,000 മാത്രം അടിക്കുക. അപ്പൊ 60 അടിക്കുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി പോകത്തില്ലേ? ഇല്ല, എമൗണ്ട് ട്രാൻസ്ഫർ അല്ല മേഡം, അത് നമ്മൾ മെർജ് ചെയ്യുന്നതാണ്. അതാണ് ടിക്ക് ചെയ്യില്ലെന്നാണ്. അത് ഞാൻ പറയുന്നത് ടിക്ക് ചെയ്യില്ല, എനിക്ക് ഇവിടെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, 60 അടിച്ചിട്ടുണ്ട്. 60,000 അടിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, വെയിറ്റ് ചെയ്യണം മേഡം, എനിക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ ടിക്ക് ചെയ്യരുത്. അക്കൗണ്ടിന് മേഡത്തിന്റെ പൈസ പോകുമായിരുന്നെങ്കിൽ അത് അടയ്ക്കാൻ പറഞ്ഞ പോലെ മേഡം. 2 ലക്ഷമാണ് മേഡം ഇവിടെ ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതില് ക്ലിക്ക് ചെയ്താൽ എമൗണ്ട് പോകത്തില്ലേ? എമൗണ്ട് പോകത്തില്ല മേഡം, അത് മെർജ് ചെയ്യാവുന്നതാണ്. അത് ഇനിയുണ്ട്. ആദ്യത്തെ ടിക്ക് മാത്രം കൊടുക്ക്. കൊടുത്തു. ഇപ്പൊ അതിൽ മേഡത്തിന്റെ മിനിമം ബാലൻസ് കാണിക്കുന്നുണ്ട്, 60,000 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ടിക്ക് ചെയ്തിട്ട് മേഡത്തിന്റെ പാസ്വേഡ് മാത്രം കൊടുക്കുക. പാസ്വേഡിന് ശേഷം വരുന്ന സബ്മിറ്റ് കൊടുക്കരുത് കേട്ടോ. ഇപ്പൊ എനിക്ക് വന്നേക്കുന്നതേ ചൂസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് എന്റെ കേരള ഗ്രാമീൺ അക്കൗണ്ടും പേ 60,000 എന്നും പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അതെ മേഡം, അത് പേ ക്ലിക്ക് ചെയ്യുമ്പോൾ മേഡത്തിന്റെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് അടിച്ചിട്ട് വെയിറ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കരുതെന്നാ പറയുന്നത്. പാസ്വേഡ് അടിക്കുമ്പോ തന്നെ പേയ്മെന്റ് പോകത്തില്ലേ? ഇതിന്റെ പേയ്മെന്റ് പോകത്തില്ല മേഡം, അതല്ലേ ഞാൻ പറഞ്ഞത്. മെർജ് ചെയ്യുമ്പോൾ നമ്മൾ അത് പാസ്വേഡിന് ശേഷം ഒരു ടിക്കും ചോദിക്കും, അല്ലെങ്കിൽ സബ്മിറ്റ് ചോദിക്കും. പാസ്വേഡ് അടിച്ചിട്ട് ടിക്ക് കൊടുക്കരുത് പറയാതെ. അത് പോയി പേയ്മെന്റ്. ടിക്ക് കൊടുത്തില്ലല്ലോ, കൊടുക്കാതെ തന്നെ പോയി. രണ്ടെന്ന് പറഞ്ഞു കാണിച്ചോ? സലീം മാലിക്കൊണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇത് ഒരു പുതിയ തട്ടിപ്പാണല്ലോ സലീം?
ഉന്മേഷ്, നമ്മളിപ്പോൾ കേട്ട ആ ശബ്ദ സന്ദേശം മാത്രം മതി ആ തട്ടിപ്പ് ഏത് നിലയിലാണ് എന്ന് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ നിരവധി ശബ്ദ സന്ദേശങ്ങളും ഒപ്പം തന്നെ നിരവധി സ്ക്രീൻഷോട്ടുകളും നമ്മുടെ പക്കലുണ്ട്. ഇതൊരു പുതിയ തരത്തിലുള്ള തട്ടിപ്പിൻ്റെ ഒരു പുതിയ വഴി തേടുകയാണ്. അതിലെ ആദ്യം ഇൻസ്റ്റാഗ്രാമിലൂടെ ഇത്തരത്തിൽ ലോൺ ആപ്ലിക്കേഷനിലേക്ക് എന്ന് പറഞ്ഞ ഒരു പരസ്യം ഉണ്ടാവുക. അത് നേരെ വാട്സാപ്പിലേക്ക്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പിലേക്ക് പോകുന്നു. ആ വാട്സാപ്പിൽ നിന്നും ഈ ചാറ്റ് ചെയ്ത് ഏത് നിലയിലാണ് ഈ ലോൺ എടുക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അവർ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നൽകുന്നു. ആ നിലയിലാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്കുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോൾ താങ്കളുടെ അക്കൗണ്ടിൽ തിരിച്ചടവൽ ശേഷി കുറവായതിനാൽ ചില കണ്ടീഷനോടുകൂടിയാണ് പണം അനുവദിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ഈ പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്രിയകളിൽ ഈ തൊട്ടപ്പുറത്തുള്ള ആളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് പല നിലയിൽ ഈ സ്വന്തം ഈ പ്രദേശം, താമസിക്കുന്ന പ്രദേശം ഏത് എന്നൊക്കെ ചോദിച്ച് പിന്നീട് അവിടെയുള്ള ഓരോ സ്ഥലങ്ങളുമൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അത്രയും വിശ്വാസത നേടിയെടുക്കുക. അതിനുശേഷം പണം അങ്ങോട്ട് ആവശ്യപ്പെട്ട ആരെങ്കിലും ലോൺ തരുമോ എന്ന് ചോദിക്കുക. അതിന് പിന്നാലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പണം ഇങ്ങോട്ട് അയക്കേണ്ടതില്ല, പകരം എത്ര രൂപ അക്കൗണ്ടിലുണ്ട് എന്ന് രജിസ്റ്റർ ചെയ്യാൻ പറയുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്ത് ടിക്ക് നൽകിയാൽ മാത്രമേ പണം സെൻഡ് ആകൂ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പക്ഷേ ആ ടിക്ക് നൽകുന്നതിന് മുൻപ് തന്നെ പണം പോവുക എന്നുള്ളതാണ്. അങ്ങനെ 60,000 രൂപ നഷ്ടപ്പെട്ട ഒരു യുവതിയുടെ പരാതിയാണ്, കൊല്ലം സ്വദേശിനിയായ ഒരു യുവതിയുടെ പരാതിയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. ഈ നിലയിൽ അതിനുശേഷം ഇതൊരു സംഘം ചേർന്നാണ് ഈ തട്ടിപ്പ് എന്നുള്ളതാണ് പറയുന്നത്. ചെന്നൈ ആസ്ഥാനമാക്കിയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് എന്ന് വിശ്വസിപ്പിക്കുന്നതാണ്. പക്ഷേ അവരുടെ എവിടെ നിന്നാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. എന്തായാലും ഒരു സംഘം ആളുകൾ ഇതിന് പിന്നിലുണ്ട്. അവരെല്ലാം മലയാളികളാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇത്തരത്തിൽ പണം 60,000 രൂപ പോയി, നമ്മൾ ഈ വോയിസ് കേട്ടതിന് പിന്നാലെ 60,000 പോയി എന്ന് പറയുമ്പോൾ മറ്റൊരാളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങളുടെ മാനേജറാണെന്ന് പറയുന്നു. അങ്ങനെ മാനേജറെ വിളിക്കുമ്പോൾ മറ്റ് സാങ്കേതികത്വങ്ങൾ പറയുന്നു. അതിനുശേഷം പിന്നീട് പണം തിരികെ നൽകൂ, ലോൺ വേണ്ട എന്ന് പറയുമ്പോൾ GST തുക അടച്ചാൽ മാത്രമേ പിന്നീട് പണം നൽകാൻ കഴിയൂ എന്ന് പറയുകയും ഏറ്റവും ഒടുവിൽ കേസുമായി ബന്ധപ്പെട്ട് പോകുമെന്ന് പറയുമ്പോൾ പൊയ്ക്കോളൂ എന്ന ഭീഷണിയുമൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ യുവതി പറയുന്നത്. എന്തായാലും നിലവിൽ കൊല്ലം സ്വദേശിനിയായ യുവതി പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു പുതിയ തട്ടിപ്പ് രീതിയാണ് ഇതത്. സ്വാഭാവികമായി ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒക്കെ സജീവമായി ഉപയോഗിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു താക്കീത് കൂടിയാണ് ഈ വാർത്തയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഉന്മേഷ്, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇടതോരം ചാഞ്ഞ NSSന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ അമ്പരന്ന് കോൺഗ്രസ് നേതൃത്വം അനുനയ നീക്കത്തിന്. NSSനെ തലോടിയും സർക്കാരിനെ വിമർശിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സമവായ ശ്രമങ്ങൾ കോൺഗ്രസ് അനൌദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച പ്രതിനിധി സഭയിൽ NSSന്റെ നിലപാട് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശദീകരിക്കും. സമദൂരം തുടരുമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശദീകരിക്കുമ്പോഴും LDFിനോട് ശരിദൂരമോ എന്ന അങ്കലാപ്പിലാണ് UDF നേതൃത്വം. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭം ഓർമ്മിപ്പിച്ചും സർക്കാരിന്റെ അന്നത്തെ നിലപാട് പറഞ്ഞും NSSനെ അനുനയിപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. നേതാക്കളാകട്ടെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. എല്ലാ സമുദായ സംഘടനകളോടും നല്ല ബന്ധത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ അവരൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. NSS നിലപാട് BJPക്കും തിരിച്ചടിയായി. BJPയുടെ പ്രതികരണവും കരുതലോടെയാണ്. അല്ല, ഞങ്ങൾ NSSനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. NSSന് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവുമല്ലോ. കാരണം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത NSS നേതാക്കന്മാർക്കെതിരായിട്ട് കേസുണ്ട്. ആ കേസ് പിൻവലിച്ചിട്ടില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ NSS നിലപാട് UDFനും BJPക്കും തലവേദനയാവുകയാണ്. ശനിയാഴ്ച ചേരുന്ന NSS പ്രതിനിധി സഭയിൽ G. സുകുമാരൻ നായർ രാഷ്ട്രീയ നിലപാടിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും. ചികിത്സയിൽ കഴിഞ്ഞ G. സുകുമാരൻ നായരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചങ്ങനാശ്ശേരിയിലെത്തിക്കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് NSS അനുനയ നീക്കത്തിന് തുടക്കമിട്ടത്. പിന്നീട് മന്ത്രി VN വാസവൻ ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന. NSSും SNDP യോഗവുമായുള്ള ഭിന്നതയുടെ മഞ്ഞുരുകിയെന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക് 24. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ സർക്കാർ അനുകൂല നിലപാടിന് പിന്നാലെ പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗ കെട്ടിടത്തിന് മുന്നിൽ പ്രതിഷേധ ബാനർ. G. സുകുമാരൻ നായർ കട്ടപ്പയായി മാറി എന്നാണ് ബാനറിലെ പരാമർശം. പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെയും ബാഹുബലിയുടെയും ചിത്രം ഉൾപ്പെടെയുള്ള ബാനറാണ് വെട്ടിപ്പുറം ശ്രീകൃഷ്ണ വിലാസം 115 നമ്പർ NSS കരയോഗം ഓഫീസിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ LDF സർക്കാരിന് NSS പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു.
സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ചുള്ള ജി സുകുമാരൻ നായരുടെ പരാമർശത്തിന് പിന്നാലെയാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത്. ജി സുകുമാരൻ നായരുടെ നിലപാടിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ സമുദായത്തിൽ ഉണ്ടാകുമെന്നും എന്നാൽ ബാനർ പ്രത്യക്ഷപ്പെട്ടതിൽ കരയോഗത്തിനോ ഭാരവാഹികൾക്കോ പങ്കില്ല എന്നും കരയോഗം പ്രസിഡന്റ് ദിനേശ് നായർ 24-നോട്. കരയോഗത്തിനോ ഭരണസമിതിക്കോ ഒന്നും അതിന് യാതൊരു പങ്കുമില്ല. വ്യക്തിപരമായി ആരെങ്കിലും ചെയ്തതായിരിക്കണം. ആരാന്നതിൻ്റെ പേരുമൊന്നുമില്ല. ആര് ചെയ്തു എന്നുള്ള പേരുമൊന്നും വന്നിട്ടില്ല. ഇങ്ങനൊരു ഫ്ലക്സ് ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ അത് നീക്കാനുള്ള നടപടി ചെയ്യുന്നുണ്ട്. അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പഴയ പോലല്ല. പണ്ട് അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവരോ കാണും. അത് നമുക്കറിയത്തില്ല. അടുത്ത പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറിയുടെ സർക്കാർ അനുകൂല നിലപാട് ചർച്ചയാകുമെന്നും കരയോഗം ഭാരവാഹികൾ വ്യക്തമാക്കി. 24 പത്തനംതിട്ട. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യവുമായി ഗവർണർ. ഭാരതാംബയെ എതിർക്കുന്നവർ അയ്യപ്പ ഭക്തന്മാരായത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ശബരിമലയിലെ നിലപാട് മാറ്റം തുറന്നു പറയണമെന്നും ഗവർണർ പറഞ്ഞു. എല്ലാവരും ഇപ്പോൾ ശബരിമല ഭക്തന്മാരാണ്. ഇത് അവരുടെ രാഷ്ട്രീയ നയമാണോ എന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ. The people who have been opposing our culture, people who have very reservations or criticizing Guru Puja, people who are criticizing Bharat Mata, they all pretend to be Sabrimala's devotees. I don't know from where this culture has come. I don't doubt about their sanctity in their minds. If you really have that sanctity, if you really have those principles and those bhava in your minds, come out openly and tell us. ദീപക് ധർമ്മടമാണ് ഇപ്പോൾ കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ദീപക്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പ്രസംഗത്തിൽ? ഡോക്ടർ ഉന്മേഷ്, കൃത്യമായ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഗവർണർ നടത്തിയത്. അതായത് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നു. ആ അയ്യപ്പ സംഗമം നടത്തിയത് രാഷ്ട്രീയ നിലപാട് മാറ്റമാണോ എന്ന് ചോദ്യം ചെയ്യുന്നു. മാത്രവുമല്ല, ഭാരതാംബയെയും ഗുരുപൂജയെയും എതിർത്തവർ ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ, ശബരിമല ഡിവോട്ടീസ് ആയി മാറിയിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്താണ് എന്നുള്ള ചോദിക്കുന്നു. അതായത് അദ്ദേഹം വളരെ കൃത്യമായി ഇന്നത്തെ പ്രസംഗത്തിൽ കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന പരിപാടിയായിരുന്നു. നവരാത്രി സർഗോത്സവത്തിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ആ പരിപാടിയിൽ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു, ഞാൻ ഗവർണർ എന്നുള്ള നിലയിലല്ല, ഒരു സ്വയം സേവകനായാണ് ഇതിൽ പങ്കെടുക്കുന്നത്. RSS ആണ് എനിക്കെല്ലാം തന്നത് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം സർക്കാരിനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും നിർണായകം കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് നടത്തിയ അയ്യപ്പ സംഗമം, അത് കഴിഞ്ഞ് ബദൽ അയ്യപ്പ സംഗമം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ. ഏതായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രതികരണത്തിനാണ് ഗവർണർ ചോദ്യരൂപത്തിൽ തയ്യാറായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചതിൽ വിഷമമുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പ്രസംഗത്തിനിടെ അറിയാതെ സംഭവിച്ചു പോയതാണ്. ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച നടപടിയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചത്. താൻ വിശ്വാസിയാണെന്നും മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചത് അറിയാതെ സംഭവിച്ചതാണെന്നും അതിൽ ഖേദമുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ല, അറിയാനും എങ്ങാനും ഒരു കൈ മുങ്ങി അതൊരു സ്ക്രീൻഷോട്ടായി പ്രചരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ പോലും എനിക്ക് വിഷമമുണ്ട്, കാരണം അത് കാണുമ്പോൾ പോലും എനിക്ക് വിഷമമുണ്ട്. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരം. അങ്ങനെ ഒരു ഒറ്റയടിക്കൊരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളെയും അവിടുത്തെ ജീവനക്കാരെയും ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള ഒരു വാചകമായി പോയി അത്. പന്തളത്തെ ബദൽ സംഗമത്തിൽ നടന്നത് അധിക്ഷേപ പരാമർശങ്ങളെന്നും വിമർശനം. ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ നമുക്ക് പരസ്പരം പഴിചാരുകയും ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ആത്മീയ സമ്മേളനത്തിൽ അങ്ങനെ ആകാമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് അവരാണ്, ഈ പറഞ്ഞ ആളുകളാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ കോടതിയെ അറിയിക്കുമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. എയിംസിനെ ചൊല്ലി കാസർഗോഡ് BJP കോൺഗ്രസ് പോര്. എയിംസ് എത്തിച്ചാൽ BJP ജില്ലാ പ്രസിഡന്റിന് 1 പവൻ തൂക്കമുള്ള സ്വർണ്ണമോതിരം സമ്മാനം നൽകാമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിക്ക് വിവരമില്ലെന്നും രാഷ്ട്രീയ അജ്ഞതയാണ് തന്നെ വിമർശിക്കുന്നതിന് പിന്നിലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP 24നോട് പറഞ്ഞു. BJP-കാർക്ക് ഇത്രയും വലിയ പവർ ഉണ്ടെങ്കിൽ MP ഒഴിവാക്കിയിട്ട് പോയി ഒന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ. ഞാൻ 1 പവൻ്റെ മോതിരം ഇട്ട് കൊടുക്കാം, വാങ്ങിച്ചോണ്ട് വരട്ടെ. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് വിവരമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞത്. അവർക്ക് എയിംസ് എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്, ആരാണ് സ്ഥാപിക്കുന്നതെന്നും വിവരം ഉണ്ടായിരുന്നെങ്കിൽ
അവരിത് പറയത്തില്ല. അവർ രാഷ്ട്രീയത്തിലൊരു ന്യൂ കമ്മറാണ്. അതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അവരുടെ അജ്ഞത, രാഷ്ട്രീയ അജ്ഞതയാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. കാസർഗോഡിന്റെ ആരോഗ്യമേഖലയെ സംരക്ഷിക്കാൻ കഴിയാത്ത എംപിക്ക് ഒരു മുഴം കയർ വാങ്ങി നൽകും എന്നായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഫേസ്ബുക്കിൽ കുറിച്ചത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഇപ്പോൾ അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. അരുൺ, അങ്ങനെ എയിംസിനെ ചൊല്ലി ഒരു വാക്പോര്, എന്തൊക്കെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ? ഉന്മേഷ, ഗുഡ് ഈവനിങ്. ഉന്മേഷ, ഈ എയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുരേഷ് ഗോപിയാണ് അതിന് തുടക്കം കുറിച്ചതെങ്കിലും ഇപ്പോൾ കാസർഗോഡ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. അത് കോൺഗ്രസ് BJP നേതാക്കൾ തമ്മിലാണ് ഈ രാഷ്ട്രീയ പോര് ഉടലെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ കാസർഗോഡ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ML അശ്വിനി പറഞ്ഞത് എയിംസിന് വേണ്ടി നിരന്തരമായി കേന്ദ്രമന്ത്രിയെ കണ്ടതാണ്. സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കാസർഗോഡാണ് അനുയോജ്യമെന്ന് ML അശ്വിനി പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അദ്ദേഹം ഇക്കാര്യം ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്, അതായത് അതിന് കഴിയാത്തത് കൊണ്ടാണ് ഇവിടേക്ക് എയിംസ് എത്താത്തതെന്ന് ഈ ML അശ്വിനിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പോരിന് തുടക്കം കുറിച്ചത്. ഈ രാഷ്ട്രീയ പോര് പൊട്ടിപ്പുറപ്പെട്ടത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറയുന്നത് ML അശ്വിനിയുടെ അറിവുകേടും രാഷ്ട്രീയ അജ്ഞതയുമാണ് ഇത്തരത്തിലുള്ള പരാമർശത്തിന് പിന്നിൽ. തന്നെ നിരന്തരമായി വേട്ടയാടുകയാണ്, തന്നെ വേട്ടയാടി ആനന്ദം കണ്ടെത്തുകയാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. നിരന്തരമായി JP നഡ്ഡയ്ക്ക് നൽകിയ നിവേദനങ്ങളുടെ പകർപ്പ് അത് ML അശ്വിനിക്ക് നൽകാൻ തയ്യാറാണ്. അത് വായിച്ചെങ്കിലും BJPയുടെ ജില്ലാ പ്രസിഡന്റ് സത്യം മനസ്സിലാക്കട്ടെ എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറയുന്നുണ്ട്. ഒപ്പം മറ്റൊരു വെല്ലുവിളി കൂടി നടത്തിയിരിക്കുന്നു. ഒരു പവൻ തൂക്കമുള്ള സ്വർണ്ണമോതിരം അത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് സമ്മാനമായി നൽകാം, പകരം MP-യേക്കാൾ വലുതാണ് BJPയുടെ നേതാക്കളെങ്കിൽ ഡൽഹിയിൽ പോയി എയിംസ് കാസർഗോഡേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP വെല്ലുവിളിച്ചിരിക്കുന്നു. അതിന് മറുപടിയുമായി ഇപ്പോൾ ഇതാ BJPയുടെ ജില്ലാ പ്രസിഡന്റ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഫേസ്ബുക്കിലാണ് ആ കുറിപ്പിട്ടത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് കാസർഗോഡിന്റെ ആരോഗ്യ മേഖല സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു മുളം കയറ് വാങ്ങി നൽകാമെന്നാണ് മറുപടി. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി BJP സംസ്ഥാന നേതൃത്വം. സുരേഷ് ഗോപിയുടെ പരസ്യ പ്രതികരണത്തിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. അതിനിടെ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി രംഗത്തെത്തി. 2016 മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന്. ഇവിടെയെങ്കിലും നിങ്ങൾ അത് ഉടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ. എയിംസ് ആലപ്പുഴ വേണമെന്ന് ആവർത്തിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന നേതൃത്വം പരാതിയുമായി രംഗത്ത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയത്. അടുത്ത ആഴ്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയെ കണ്ട് വിഷയം നേരിട്ടറിയിക്കും. വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി നേതാക്കൾ. തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണം എന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. എയിംസ് കേരളത്തിന് വേണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എയിംസ് കാസർഗോഡ് വരണമെന്നാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. എന്റെ നിലപാടും പിന്നെ BJPയുടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ നിലപാട് കാസർഗോഡിൽ തന്നെ എയിംസ് വരണം എന്നും പറഞ്ഞിട്ടായിട്ടാണ്. കാസർഗോഡിൽ തന്നെ എയിംസ് വരണം. 27-ന് കൊല്ലത്തെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ JP നദ്ദ എയിംസിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ അന്തിമ നിലപാട് വ്യക്തമാക്കിയേക്കും. എയിംസിന്റെ പേരിൽ സുരേഷ് ഗോപി പതിവ് വിഡ്ഢിവേഷം കെട്ടുന്നുവെന്നാണ് CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് അങ്കണവാടിയിൽ പിഞ്ചു കുഞ്ഞിനോട് അധ്യാപികയുടെ ക്രൂരത. മൊട്ടമൂട് പറമ്പുകുണത്തെ അങ്കണവാടിയിലാണ് 2.25 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് പുഷ്പകല എന്ന ടീച്ചർ കൈവീശിയടിച്ചത്. കർശന നടപടിയെന്ന് ബാലാവകാശ കമ്മീഷൻ പ്രതികരിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ പിതാവ് പ്രവീൺ പറഞ്ഞു. ഇന്നലെ അങ്കണവാടിയിൽ നിന്നും തിരിച്ചെത്തി കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് രക്ഷിതാക്കൾ കുട്ടിയുടെ മുഖത്ത് പാടുകൾ ശ്രദ്ധിക്കുന്നത്. പിന്നാലെ രക്ഷിതാക്കൾ അംഗനവാടി ടീച്ചറെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്ന് ആശാ വർക്കറെ കൊണ്ട് ടീച്ചറെ വിളിപ്പിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്. ഇതോടെ രക്ഷിതാക്കൾക്ക് സംശയം ബലപ്പെട്ടു. ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആയ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ്. പിന്നെ ആശാ വർക്കറിൻ്റെ വീട്ടിൽ പോയി വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത്. വർക്കർ പറഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇന്നലെ ടീച്ചറായ പുഷ്പകലയും ആശാ വർക്കറും മാത്രമാണ് അംഗനവാടിയിൽ ഉണ്ടായിരുന്നത്. ആയ അവധിയായിരുന്നു.
നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ തീരുമാനം. അവർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇന്ന് എൻ്റെ ക്വസ്റ്റിനെങ്കിൽ നാളെ വേറൊരു ക്വസ്റ്റിനാവല്ല. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പ്രതികരിച്ചു. ഇത്തരമൊരു പ്രവൃത്തി ഒരു അംഗൻവാടി വർക്കറിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടികൾ ഉണ്ടാവണം. അതിനാവശ്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്നലെ രാത്രി തന്നെ കുട്ടിയെ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ കർണപുടത്തിൽ തകരാറുണ്ടോ എന്നാണ് പരിശോധിച്ചു വരുന്നത്. തൈക്കാട് ആശുപത്രി അധികൃതർ വിവരം തമ്പാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ ശരീരത്തിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് റിസ്ക് ആണെന്ന് വിദഗ്ധർ. ഇക്കാര്യം സുമയ്യയെ ബോധ്യപ്പെടുത്തും. ഗൈഡ് വയറുമായി മുന്നോട്ട് പോകുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന് സുമയ്യ 24നോട് പറഞ്ഞു. സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് സങ്കീർണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സർജറിക്കിടയിൽ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം സുമയ്യയെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ തീരുമാനം. ഗൈഡ് വയറുമായി മുന്നോട്ട് പോകുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് സുമയ്യ 24നോട്. എനിക്കിപ്പോഴും ഒരുപാട് നടക്കാനൊന്നും പറ്റത്തില്ല. ശ്വാസം മുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. എനിക്ക് ഇത് കിടക്കുന്നതുകൊണ്ട് എനിക്കിപ്പോഴും ടെൻഷനാണ്. എനിക്കിനി ഒരുപാട് കാലം ഞാൻ ജീവിക്കാനുള്ളതാണ്. ഗുരുതര പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയില്ലാത്തതിലും പരാതി. ഇപ്പോഴും ഡോക്ടറിന് മേലെ ഇതുവരെയ്ക്കും ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പം ഡോക്ടർ ഇപ്പോഴും തുടർന്ന് സർവീസിലിരിക്കുകയാണ്. ഇപ്പം ഇന്ന് എനിക്ക് പറ്റിയെങ്കിൽ നാളെ ഇതുപോലെ വേറെ ആൾക്കും സംഭവിക്കാം. ആരോഗ്യവകുപ്പ് നടപടികളിലെ മെല്ലെപ്പോക്കിനെതിരെ സുമയ്യയും കുടുംബവും സമരത്തിനൊരുങ്ങുമ്പോഴാണ് പിഴവിൽ പരിഹാരമില്ലെന്ന തീരുമാനം കൂടി പുറത്തുവരുന്നത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. രാവിലെ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ 13കാരി വിമാനം കയറി ഡൽഹിയിലെത്തി എന്നുള്ള വാർത്തയാണ്. ഡൽഹിയിൽ തടഞ്ഞുവെച്ച പെൺകുട്ടിയെ തിരികെ എത്തിക്കാൻ ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം മുക്കോല താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശികളുടെ മകളാണ് ഒറ്റയ്ക്ക് വിമാനം കയറി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ കുഞ്ഞിനെ കാണാനില്ല എന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഇതെങ്ങനെ ഈ കുട്ടി വിമാനം കയറി ഡൽഹിയിൽ എത്തി എന്നതാണല്ലോ ചോദ്യം. ഈ ടിക്കറ്റൊക്കെ എങ്ങനെയെങ്കിൽ നേരത്തെ എടുത്തിരിക്കണമല്ലോ. അപ്പോൾ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് അലക്സ് വിവരങ്ങൾ? ഉന്മേഷ്, അതാണ് നിലവിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കുട്ടിക്ക് എങ്ങനെ വിമാന ടിക്കറ്റ് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് വിഴിഞ്ഞം പോലീസ് അന്വേഷിക്കുന്നത്. ഇതിന്ന് രാവിലെയാണ് ഈ സംഭവം. രാവിലെ മുതലാണ് വിഴിഞ്ഞം മുക്കോല സ്വദേശികളായ പശ്ചിമബംഗാൾ സ്വദേശികളുടെ മകളെ 13 വയസ്സുകാരിയെ കാണാതാകുന്നത്. തുടർന്ന് ഇവർ വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി കയറി എന്ന് കരുതപ്പെടുന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി. ഓട്ടോ ഡ്രൈവറെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരമാണ് കുട്ടി എയർപോർട്ടിൽ ഇറങ്ങി എന്ന വിവരം. അവിടെ നിന്ന് ലഭിച്ച മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് ഇവർക്ക് മനസ്സിലായത് കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറി എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. രാവിലെ 7 മുതലാണ് കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകിയത്. ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തിയത് പോലീസിന് കണ്ടെത്താനായത് നിർണായകമായി. ഇയാൾ പറഞ്ഞതിനനുസരിച്ച് എയർപോർട്ടുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കുട്ടി ഡൽഹിയിലേക്ക് വിമാനം കയറിയതായി വിവരം ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഡൽഹി എയർപോർട്ട് സുരക്ഷാ സേനയുമായി സിറ്റി പോലീസ് കമ്മീഷണർ വിവരം കൈമാറി. ഉച്ചയ്ക്ക് 1 വിമാനം ഇറങ്ങിയുടൻ, അതായത് കുട്ടി ഡൽഹിയിൽ ഉച്ചയ്ക്ക് 1 മണിയോടെ വിമാനം ഇറങ്ങി. കുട്ടി അപ്പോൾ തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞു വെക്കുകയായിരുന്നു. വിഴിഞ്ഞം പോലീസും ആ കുട്ടിയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ ഈ കുട്ടിയെ തിരിച്ച് വിഴിഞ്ഞത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ 13 വയസ്സുകാരിക്ക് ഈ വിമാന ടിക്കറ്റ് എങ്ങനെ കിട്ടി എന്നുള്ളത് സംബന്ധിച്ചാണ്. വിമാനം കയറാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വഴി ഏതായാലും അടുത്ത ബുള്ളറ്റിൻ നമ്മൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തും. അലക്സ് മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴ എസ് വിജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.